शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगविद्यानगम्यं वन्दे विष्णुं भवेरं सर्वलोकैकनाथम्। ओं नमो भगवते वासुदेवाय, नमो भगवते वासुदेवाय। ओं ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ഭഗവാൻ ബലരാമന്റെ തീർത്ഥാടനവും ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഭഗവാൻ ബലരാമൻ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞിട്ട് ആ മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ദുര്യോധനും ഭീമനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ സന്നിഹിതനായി. അതിനുശേഷം ഇവരെ രണ്ടുപേരെയും തുല്യമായിട്ട് കാണണം എന്നൊക്കെ ഉപദേശം കൊടുത്തതിന് ശേഷം ആ യുദ്ധവേദിയിൽ നിന്ന് വരെ വീണ്ടും ദ്വാരകയിലേക്ക് തിരിച്ചെത്തി. അപ്പൊ അദ്ദേഹം ഈ തീർത്ഥാടനവും യാഗാദി കർമ്മങ്ങളും ബലിതർപ്പണവും എല്ലാം ചെയ്തത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല. എന്നിട്ടും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മാതൃക കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ യജ്ഞദാന തപകർമ്മങ്ങൾ യഥാവിധി ചെയ്യണം എന്ന്, തീർത്ഥാടനങ്ങളും ഒക്കെ ചെയ്യണം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാതൃകാപരമായിട്ടൊരു ഭാഗങ്ങളാണ് ഭഗവാൻ അഭിനയിച്ച് കാണിച്ചത് എന്നർത്ഥം. ജീവാത്മാക്കളും പ്രപഞ്ച പ്രത്യക്ഷവും തമ്മിലുള്ള ബന്ധം, ഈ പ്രപഞ്ചത്തെ ഒട്ടാകെ എങ്ങനെയാണ് കൈക്കൊള്ളേണ്ടത്, സമ്പൂർണതയുടെ പരമലക്ഷ്യം നേടാൻ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടേണ്ടത് എങ്ങനെ, ഈ പ്രപഞ്ച പ്രത്യക്ഷം മുഴുവനും നിലകൊള്ളുന്നത് പരമപുരുഷനിലാണെന്ന ബോധം, അണുവിൽ പോലും ഭഗവാന്റെ പരമാത്മാ രൂപത്തിലുള്ള സർവ്വവ്യാപിത്വം എന്നീ വിഷയങ്ങളെക്കുറിച്ച് പരമപുരുഷനായ ബലരാമൻ നൈമിഷാരണ്യത്തിലെ ഋഷിമാർക്കും ബ്രാഹ്മണർക്കും ഉപദേശം നൽകുകയുണ്ടായി. അപ്പോ ഭഗവാൻ ഇതൊക്കെ ചെയ്തത് എന്തിനാണ്? യഥാർത്ഥത്തിൽ മനുഷ്യൻ ഈ ഭൗതികതയിൽ നിന്നും വിമുക്തമായിക്കൊണ്ട് അതിലൊക്കെ വിരക്തി ഉണ്ടാക്കി ഈശ്വരനിലേക്ക് എത്തേണ്ടത്, പരമപുരുഷനായിരിക്കുന്ന ആ പരമാത്മാവിലേക്ക് എപ്രകാരം എത്തപ്പെടണം എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട്, എപ്രകാരമാണ് മനുഷ്യജന്മം കിട്ടിയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിലൂടെ ഏത് കർമ്മത്തിലൂടെയാണ് നമുക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കുക എന്ന് സാക്ഷാത്കാര ഭാവത്തിൽ ഭഗവാൻ ചെയ്ത് കാണിക്കുക ചെയ്തു. അതുകൊണ്ട് അതേപ്പറ്റി ഉപദേശവും നൈമിഷാരണ്യത്തിൽ അദ്ദേഹം നൽകിയുണ്ടായി എന്ന് പറയുന്നു. ജീവാത്മാക്കളും പ്രപഞ്ച പ്രത്യക്ഷവും തമ്മിലുള്ള ബന്ധം, അനേക ജീവാത്മാക്കളും ഈ പ്രത്യക്ഷ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം, ഈ പ്രപഞ്ചത്തെ ഒട്ടാകെ എങ്ങനെയാണ് കൈക്കൊള്ളേണ്ടത് അഥവാ അതിനെ മനസ്സിലാക്കേണ്ടത്, അതിനെ ഉൾക്കൊള്ളേണ്ടത്, ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത്, അങ്ങനെ സമ്പൂർണതയുടെ പരമലക്ഷ്യം നേടാൻ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടേണ്ടത് എങ്ങനെയാണ്, പരസ്പരം ഭാവയന്തക എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരസ്പരം സഹവർത്തിത്വം പ്രപഞ്ചവും പ്രത്യക്ഷ പ്രപഞ്ചവും ജീവാത്മാക്കളും തമ്മിൽ എങ്ങനെ നിലനിർത്തണം, അതിന് മാധ്യമമായിട്ട് കിട്ടിയിട്ടുള്ള ശരീരമാണ് ഈ പ്രകൃതിയായിട്ടുള്ള ബന്ധത്തെ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ച പ്രത്യക്ഷം മുഴുവനും നിലകൊള്ളുന്നത് പരമപുരുഷനിലാണെന്ന് അപരാശക്തിയായിട്ടും പരാശക്തിയായിട്ടും ഓരോ ശരീരങ്ങളിലും, ഈ പ്രപഞ്ചത്തിൽ പോലും അപരാശക്തിയായിട്ട് പ്രത്യക്ഷ പ്രപഞ്ചവും പരാശക്തിയായിട്ട് ആ ജീവചൈതന്യവും പ്രപഞ്ചപ്രാണനായിട്ടും വർത്തിക്കുന്നത് എങ്ങനെയെന്ന്, നിലകൊള്ളുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ആ പരമപുരുഷനിലാണ് ആ ബോധം എന്ന് പറയുന്ന ആ പരമാത്മ ശക്തി, ആത്മബോധം നിലനിൽക്കുന്നത്. അണുവിൽ പോലും ഭഗവാന്റെ പരമാത്മ രൂപത്തിലുള്ള സർവ്വവ്യാപിത്വം എന്നീ വിഷയങ്ങളെക്കുറിച്ച് പരമപുരുഷനായിരിക്കുന്ന ബലരാമൻ നൈമിഷാരണ്യത്തിൽ ആ സാധാരണ ജീവാത്മാക്കളായിരിക്കുന്ന ഋഷിമാർക്കും മഹാപണ്ഡിതന്മാർക്കും ഒക്കെ ഉപദേശിച്ചു കൊടുത്തതായിട്ടും പറയുന്നു. തുടർന്ന് അദ്ദേഹം യാഗാവസാനത്തിൽ പതിവുള്ള അവഭൃത സ്നാനം നടത്തി സ്നാനാന്തരം പുതിയ പട്ടാമ്പരങ്ങളും രത്നാഭരണങ്ങളും അണിഞ്ഞ ബന്ധുമിത്രാദികളുടെ ഇടയിലെത്തി. അപ്പം ഇദ്ദേഹം യുദ്ധഭൂമിയൊക്കെ സന്ദർശിച്ച് വീണ്ടും ദ്വാരകയിലെത്തി. ദ്വാരകയിൽ ഇദ്ദേഹത്തിന് അതിയായ അല്ലെങ്കിൽ ഘോഷപരമായിട്ടൊരു സ്വീകരണം കിട്ടി. അതിനുശേഷം വീണ്ടും പ്രഭാസാതീരത്തിലേക്ക് പോയി നൈമിഷാരണ്യമൊക്കെ സന്ദർശിച്ചു. എന്നിട്ട് അപകൃത സ്നാനമൊക്കെ നടത്തി. അദ്ദേഹം യാഗാവസാനത്തിൽ പതിവുള്ള അപകൃത സ്നാനം നടത്തി സ്നാനാന്തരം പുതിയ പട്ടാമ്പരങ്ങളും രക്താഭരണങ്ങളും അണിഞ്ഞ ബന്ധുമിത്രാദികളുടെ ഇടയിലെത്തി. ആകാശത്തിലെ തേജോ ഗോളങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രനെ പോലെയാണ് അദ്ദേഹം വിളങ്ങിക്കണ്ടത്. പരമപുരുഷനായിരിക്കുന്ന അനന്തൻ തന്നെയാണ് ഭഗവാൻ ബലരാമൻ. അതിനാൽ ശരീരം കൊണ്ടോ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ മനസ്സിലാക്കാവുന്ന പരിധിക്കപ്പുറമാണ് അദ്ദേഹം.
സ്വന്തം ലക്ഷ്യസാന്നിധ്യത്തിന് അദ്ദേഹം മനുഷ്യനായി അവതരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിച്ചതും അവയൊക്കെ ഭഗവാന്റെ ലീലാവിലാസങ്ങളെ എന്നേ നമുക്ക് വിശദീകരിക്കാനാവും. ആ ലീലാവിലാസങ്ങളുടെ അപരിമേയമായ പ്രകടനങ്ങളുടെ വ്യാപ്തി കണക്കാക്കാൻ ആർക്കും സാധ്യവുമല്ല. കാരണം അദ്ദേഹം സർവേശക്തനാണ്, സാക്ഷാൽ വിഷ്ണുവാണ്. അതിനാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭഗവാൻ ബലരാമന്റെ ലീലാവിലാസങ്ങളെ സ്മരിക്കുന്നവൻ പരമപുരുഷന്റെ മഹാഭക്തനായി തീർന്ന് സർവവിധമായിട്ടുള്ള ജീവിത വിജയങ്ങളും നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഭഗവാൻ ബലരാമന്റെ തീർത്ഥാടനവും ബില്വാദിമേഷവും എന്ന് പറയുന്ന ഈ അധ്യായം 78ാമത്തെ അധ്യായം ഭഗവാന്റെ തൃപ്പാദങ്ങളെ സമർപ്പിക്കുന്നു. ഇനി 79ാമത്തെ അധ്യായത്തിൽ കൃഷ്ണ സുധാമാ സംഗമം, അതായത് കുചേല ചരിതം എന്നർത്ഥം. അതും ഒരു പ്രധാനപ്പെട്ട, ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം തന്നെയാണ് സുധാമാ സംഗമം എന്ന് പറയുന്നത്. പരീക്ഷിത് മഹാരാജാവ് ഭഗവാൻ കൃഷ്ണന്റെയും ഭഗവാൻ ബലരാമന്റെയും ലീലകളെക്കുറിച്ച് ശുകദേവ മഹർഷിയിൽ നിന്നും കേൾക്കുകയായിരുന്നു. അതീന്ദ്രിയമായ ശ്രവണസുഖം നൽകുന്നതായി ആയിരുന്നു അവ. പരീക്ഷിത് മഹാരാജാവ് ശുകദേവ മഹർഷിയോട് പറഞ്ഞു, പ്രിയപ്പെട്ട പ്രഭോ, പരമപുരുഷനായ കൃഷ്ണൻ മുക്തിയും ഈശ്വരപ്രേമവും എക്കാലത്തും തന്നെ എല്ലാവർക്കും നൽകുന്നവനാണ്. ഭഗവത് ഭക്തൻ മറ്റൊരു യത്നം കൂടാതെ തന്നെ സ്വയം മുക്തനായി തീരുന്നു. ഭഗവാൻ അപ്രമേയനാണ്. അങ്ങനെയിരിക്കെ ഭഗവാന്റെ ലീലകളും ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിന്റെ സൃഷ്ടി സംഹാര സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും സമീതാതീതമാണ്. അതിനാൽ അങ്ങ് ഇതുവരെ പറയാത്ത അദ്ദേഹത്തിന്റെ മറ്റ് ലീലകളെ കുറിച്ച് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ഗുരു, ഇന്ദ്രിയ സംതൃപ്തി നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇന്ദ്രിയ സംതൃപ്തി യഥാവിധി സുഖാനുഭൂതികൾ ലഭിക്കുന്ന വിധത്തിൽ അത് പറഞ്ഞു തന്നാലും ആ സുഖാനുഭൂതികൾ തേടി ഈ ഭൗതിക ലോകത്തെ ബദ്ധാത്മാക്കൾ നിരാശരായിരിക്കുന്നു. ഇത്തരം ഭൗതിക സുഖാന്വേഷണം ബദ്ധാത്മാക്കളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നതുമാണ്. എന്നാൽ ഇത്തരം ഇന്ദ്രിയ സംതൃപ്തനപരമായിരിക്കുന്ന ഭൗതിക പ്രവർത്തനങ്ങൾക്ക് വിധേയമായി തീർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നൽകാൻ കൃഷ്ണന്റെ ലീലകളെ സംബന്ധിക്കുന്ന അതീന്ദ്രിയ വിഷയങ്ങൾ സഹായകമാകും എന്ന് തന്നെയാണ്. അതെങ്ങനെയാണ് സഹായകമാകുക എന്നും അത്ഭുതപ്പെട്ടു പോകുന്നു. ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെക്കുറിച്ച് വീണ്ടും കേൾക്കുക എന്ന ഈ രീതി ബുദ്ധിയുള്ള ഒരാളും തിരസ്കരിക്കില്ലെന്ന് ഞാൻ കരുതുന്നു. കൃഷ്ണലീലകളുടെ കേവലം ശ്രവണത്തിലൂടെ തന്നെ അതീന്ദ്രിയ സുഖത്തിൽ കുത്തനെ ഉയർന്നു നിൽക്കാൻ തന്നെ ഒരു വ്യക്തിക്ക് കഴിയുന്നതാണ്. അങ്ങനെ ഭൗതിക സുഖഭോഗങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാനും അതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഭഗവാന്റെ കഥയൊക്കെ കേൾക്കുക എന്ന് പറയുന്നതും അതും അനേക 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് എത്രയോ ശരീരമാറ്റങ്ങൾക്ക് ശേഷമാണ് നേച്ചറും കൾച്ചറും ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരാത്മാവൻ മനുഷ്യ ശരീരം കിട്ടുന്നത്. മനുഷ്യ ശരീരം കിട്ടിയാൽ തന്നെ വിശേഷ ബുദ്ധി, ഈ പറയുന്ന കഴിവുകളൊക്കെ, അതീന്ദ്രിയമായിട്ടുള്ള കഴിവുകളൊക്കെ, ഈശ്വരനുള്ളതായ കഴിവുകളൊക്കെ 50% നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിലൊന്നും രമിക്കാതെ, അതൊന്നും മനസ്സിലാക്കാതെ ഭൗതികതയിൽ രമിച്ച് നടക്കുന്ന മനുഷ്യൻ വീണ്ടും വീണ്ടും മനുഷ്യ ജന്മത്തിൽ തന്നെ സംസാര ബന്ധനത്തിൽപ്പെട്ട് ഈ പ്രാരാബ്ധത്തിൽപ്പെട്ട് ഉഴലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ തന്നെ അനേക ജന്മങ്ങൾക്ക് ശേഷമാണ് ഈശ്വരനോട് ഒരു ആകർഷീയത്വം സ്വയം മനസ്സിലാക്കിക്കൊണ്ട് കുറേശ്ശെ ഭക്തിഭാവത്തിലേക്ക് വരിക. മനുഷ്യജന്മം തന്നെ അനേക ജന്മങ്ങൾ, സ്ത്രീയായിട്ടും പുരുഷനായിട്ടും രാജാവായിട്ടും ഭൃത്യനായിട്ടും ബ്രാഹ്മണനായിട്ടും ക്ഷത്രിയനായിട്ടും എന്ന് എത്രയെത്ര ജന്മങ്ങൾക്ക് ശേഷമാണ് കർമ്മശുദ്ധി വരുന്നത്. അനുസരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സ്ഥിതി 6 ഘട്ടങ്ങൾ കടക്കണം എന്നാണ് പറയും. 7ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് സാധിക്കുന്നതാണ്. 6 ഘട്ടങ്ങൾ നമ്മുടെ കർമ്മശുദ്ധി കർമ്മത്തിലൂടെ തന്നെ വരുത്തുന്നതനുസരിച്ചുള്ള പ്രമോഷനാണ് കിട്ടുക എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് 2-3 തലത്തിലൊക്കെ എത്തുമ്പോഴാണ് പുറത്ത് ഈശ്വരോന്മുഖമായിട്ടുള്ള കാര്യങ്ങളും ഭക്തിയും ഒക്കെ തുടങ്ങുക. ആ ഭക്തിയിലൂടെ പിന്നെയും വീണ്ടും അടുത്ത ഘട്ടത്തിലേക്കൊക്കെ കടക്കുമ്പോഴാണ്, അതായത് നമ്മുടെ ഷഡാധാരങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ ശരീരത്തിലെ ഈശ്വരശക്തി ജീവാത്മാവ് മൂലാധാരത്തിൽ കിടക്കുമ്പോൾ തമസ്സിനടിമയായിട്ടായിരിക്കും ഇരിക്കുക. അന്നേരം ഈശ്വരവാദിയോ നിരീശ്വരവാദിയോ ഒക്കെ ആയിപ്പോകാനും ആസുരി ജന്മമായിട്ടും പറയാം. മനുഷ്യജന്മം ആദ്യം കിട്ടുമ്പോൾ മൂലാധാരത്തിലായിരിക്കും ജീവശക്തി കിടക്കുക.
അപ്പോൾ ആ മൂലാധാരത്തിൽ നിന്ന് ഉയർന്ന സ്വാധിഷ്ഠാനം മണിപ്പൂരകം അനാഹതത്തിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ കുറേശ്ശെ ഭക്തിയുടെ ഭാവം പ്രകടമാക്കാൻ തുടങ്ങുക. അപ്പോഴാണ് ഭഗവാന്റെ കഥകളും ഇല്ലേ അവിശ്വസിദ്ധിക്കായിക്കൊണ്ടാണെങ്കിലും ഈശ്വരനെ പ്രാർത്ഥനാബലത്താൽ പൂജിക്കാൻ നടക്കുന്നതൊക്കെ ഇല്ലേ പ്രാർത്ഥിക്കാൻ നടക്കുന്നതും തീർത്ഥാടനം നടത്തുന്നതും ഒക്കെ ഈ ഒരു ഭക്തിഭാവത്തിലാണ്. അതിൻ്റെ ഒരു ഘട്ടവും കൂടെ അപ്പം ആ ഭാവത്തിൽ തന്നെ ഹൃദയകമലത്തിൽ അനാഹതത്തിൽ ഭക്തിയുടെ ഭാവം ഇല്ലേ ജീവശക്തി ഉയർന്നു വന്ന് അവിടെ സ്ഥിരം ചെയ്ത് കുറേ കാലം അനേക ജന്മങ്ങൾ തന്നെ ചിലപ്പോൾ കടക്കുമ്പോഴാണ് ഈ സത്സംഗത്തിലൊക്കെ താല്പര്യം ഉണ്ടാകുക. അതായത് ഭഗവാന്റെ ലീലകളും കഥകളും ഒക്കെ കേൾക്കാനുള്ള താല്പര്യമുണ്ടാകുക. അതാണ് ഇവിടെ എടുത്ത് പരീക്ഷത്ത് മഹാരാജാവ് തന്നെ പറയുന്നത്. കൃഷ്ണ ലീലകളുടെ കേവലം ശ്രവണത്തിലൂടെ തന്നെ അതീന്ദ്രിയ സുഖത്തിൽ കുത്തനെ ഉയർന്നു നിൽക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നതാണ്. അങ്ങനെ ഭൗതിക സുഖഭോഗങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കും. എന്നാണോ എത്രമാത്രം സത്സംഗത്തിൽ തൽപരതയുണ്ടാകുന്നോ അതനുസരിച്ചുകൊണ്ട് നമുക്ക് ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് വിരക്തി ഉണ്ടാകുമെന്നർത്ഥം. അപ്പം ഈശ്വരനിലേക്ക് ഭൗതികതയോട് ആകർഷിച്ചു നിൽക്കുന്ന ഒരു മനസ്സ് ഈശ്വരനിലേക്ക് ലയിക്കാൻ തുടങ്ങുമ്പോഴാണ് കുറേശ്ശെ ആയിട്ട് ഭൗതിക ശാശ്വതമല്ല, ഈ പ്രത്യക്ഷത്തിൽ കാണുന്നതൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് കുറേശ്ശെ വിരക്തി ഉണ്ടാകുമ്പോഴാണ് ഈശ്വരനിലേക്ക് ഉള്ള അടുപ്പം നമുക്ക് കൂടുക. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കഥകളൊക്കെ അത്ഭുതകരമായിട്ടുള്ള ഭഗവാന്റെ ലീലകളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ താത്വികമായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ള താല്പര്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭക്തിഭാവത്തിലേക്ക് നമുക്ക് എത്തണം. അതിന് തന്നെ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ സാധ്യമല്ല. കാരണം എവിടെയാണോ അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകുന്നത് അതനുസരിച്ചുള്ള അപ്ഗ്രേഡേഷനാണ് നമുക്ക് ലഭിക്കുക എന്നർത്ഥം. ഈ സന്ദർഭത്തിൽ ഇതിനിടയ്ക്ക് മൃഗതുല്യരായിട്ട് മൃഗങ്ങളെ കൊന്നു നിന്നൊക്കെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അധോജന്മത്തിലേക്ക് പോകും, പക്ഷി മൃഗാദികളൊക്കെ ആയിട്ട് ജനിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ ആത്മാവിൻ്റെ തലത്തിന് ശരീരം മാറിയാലും ആത്മാവ് തലം ഏത് സ്ഥിതിയിൽ നിൽക്കുന്നോ അതിന് അധപ്പതനം സംഭവിക്കില്ല. അത് അതേപടി തന്നെ നിൽക്കും. അതിൻ്റെ അറിവും ആ ശരീരം മാറിയാലും ഒരു പട്ടിയോ പൂച്ചയൊക്കെ ആയിട്ട് ജനിച്ചാലും വേണ്ടില്ല, അതിനൊക്കെ ഈ അവബോധം ഇല്ലെങ്കിൽ ആത്മബോധം ലഭിച്ചിരിക്കുന്ന തലത്തിൽ നിന്ന് അധപ്പതിക്കില്ല. നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം കൊണ്ട് ഭൗതികതയിൽ വരുന്ന വികലത കൊണ്ടാണ് ഇല്ലേ അതിനോടുള്ള അറ്റാച്ച്മെൻറ്റും മമതയും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനോട് മരിക്കുന്ന സമയത്ത് ലിമിറ്റിൽ കൂടുതലും മമതാബന്ധം ഏതൊരു ജീവിയായിട്ടുണ്ടാകുന്നോ അതനുസരിച്ചുള്ള ജന്മത്തിലേക്കൊക്കെ പോകും. അങ്ങനെ പോയാലും ആത്മാവിൻ്റെ സ്ഥിതി എവിടെയാണോ അതിന് അതപ്പതിന് സംഭവിക്കില്ല, അത് അതേ സ്ഥിതി തന്നെ നിലനിൽക്കും. ഇപ്പം ഇന്നലെ ഒരു സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇതൊക്കെ ഗഹനമായിട്ട് ചിന്തിക്കുമ്പോഴേ അതേപ്പറ്റി മനസ്സിലാക്കുക. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു പൂച്ചയുടെ കഥ, അപ്പം നമ്മൾ ശാന്തിപർവമൊക്കെ ചർച്ച ചെയ്യുമ്പം മൃഗങ്ങളുടെ കഥയൊക്കെ ഭീഷ്മർ പറയുന്ന കേൾക്കാം നമുക്ക്. അപ്പം അതേപോലെ തന്നെ പ്രത്യക്ഷത്തിൽ ഈ മൃഗങ്ങൾക്ക് അവബോധമുണ്ട്. അതായത് മനുഷ്യജന്മം കിട്ടിയിട്ട് തിരിച്ച് അധപ്പതിച്ച് പൂച്ചയും പട്ടി പൂച്ചയൊക്കെ ആയിട്ട് ജനിക്കുമ്പം ഈ മനുഷ്യജന്മത്തിൽ കിട്ടിയിരിക്കുന്ന അറിവിൻ്റെ സ്ഥിതി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുന്നു എന്നുള്ള ആ കഴിവുകളൊക്കെ ഒരു ജീവിയായാലും ശരീരം മാറിയാലും അതിനൊക്കെ പ്രകടമാക്കാൻ സാധിക്കും. എന്താണ് ഇന്നലെ സോഷ്യൽ മീഡിയ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്കൂളിലെ ലാബിൽ ഒരു പൂച്ച കുഞ്ഞു പെട്ടു. ഈ ടീച്ചർമാരോ ഇല്ലെങ്കിൽ ആ ലാബിൻ്റെ ഇൻചാർജോ ഇതൊന്നും മനസ്സിലാക്കാതെ ആ പൂച്ചക്കുഞ്ഞ് അകത്ത് പെട്ടു, അത് അടച്ചിട്ട് പോയി. ഈ പൂച്ചക്കുട്ടിയുടെ തള്ള ഈ കുട്ടി അകത്ത് പെട്ട കാര്യം അത് മനസ്സിലാക്കി പൂട്ടിപ്പോവുകയും ചെയ്തു. എന്നിട്ട് ഈ പൂച്ച എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചറുടെ, അതായത് ലാബിൻ്റെ ഇൻചാർജ് ആയിരിക്കുന്ന ടീച്ചറുടെ വീട്ടിൽ അന്വേഷിച്ചു പോയിട്ട് ആ ടീച്ചറെ അതിൻ്റേതായ കമ്മ്യൂണിക്കേഷനിലൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ ലാബ് തുറന്ന് ഈ പൂച്ചക്കുട്ടിയെ രക്ഷിക്കുന്ന ഒരു സംഭവം കണ്ടു. അതാരാണേലും അത്ര വിശദമായിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇട്ടുകൊണ്ട് അത് കാണാൻ സാധിച്ചത്. അപ്പം ഇതേപോലെ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട് പല സീനുകളും നമുക്ക് കാണാം. രോഗിയായിട്ട് കിടക്കുന്ന ഒരാളുടെ സേവ ചെയ്യുന്നത് ഒരു പട്ടിയാണ്. അത്രമാത്രം ഒരു യന്ത്രമനുഷ്യൻ ഇന്ന് റോബോട്ടൊക്കെ ഒരു ചായ ഉണ്ടാക്കി തരാനൊക്കെ കണ്ടീഷനൊക്കെ അത് അത്രയൊക്കെ ഉയർത്തിയിട്ടുണ്ട്. പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അങ്ങനെയൊക്കെ നിർമ്മിതികൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഈ പൂച്ചയുടെ പ്രത്യേകത നോക്കിക്കോളൂ, നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന സംഭവമാണ്. അപ്പം
ആ പൂച്ചയുടെ കുട്ടി ലാബിൽ പെട്ടു, പൂട്ടിയിട്ട് പോയി. ആ ടീച്ചറുടെ വീട് അന്വേഷിച്ച് പിടിച്ച് ആ പൂച്ച പോയി ടീച്ചറെ കൂട്ടിക്കൊണ്ട് വന്ന് ആ ലാബ് തുറന്ന് ഈ പൂച്ചക്കുട്ടിയെ കണ്ടുപിടിച്ച് ഇത് തന്നെ അതിൽ നിന്ന് രക്ഷിക്കുന്ന സീൻ നമുക്ക് കാണാൻ സാധിക്കും. എന്തൊരു അത്ഭുത! അപ്പൊ ഈ മനസ്സിന്റെ അറിവിന്റെ ലെവൽ എവിടെയാ? ഭൗതിക കാര്യങ്ങളിൽ പോലും എത്രമാത്രം സൂക്ഷ്മതയോടെ പ്രവർത്തിക്കാനുള്ള കഴിവ് ഒരു പൂച്ചയ്ക്ക് പോലും ഉണ്ടല്ലോ. അപ്പൊ ജീവാത്മാവെന്ന് പറയുന്നത് സമദർശനം, സർവാത്മാവായിട്ടിരിക്കുന്ന ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗീതയിലെ ഭഗവാൻ 15-ാം അധ്യായത്തിൽ പറഞ്ഞ 15-ാമത്തെ ശ്ലോകം ഓർത്തിരിക്കുക. സർവസ്യരാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മരിജ്ഞാനമാവോഹനം ച വേദൈശ സർവൈരഘമേവ വേദ്യോ വേദാന്ത ഹൃദേവ വിദേവചാഹം. ഞാൻ എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ഓർമ്മയും അറിവും ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ ഈ പൂച്ചയിലുള്ള ജീവാത്മാവും ഭഗവാന്റെ അംശം തന്നെയാണെന്ന് വ്യക്തമല്ലേ? ഒരു പയറുമണി നമ്മൾ കുഴിച്ചിട്ടാൽ അത് മുളച്ചു വളർന്ന് വലുതായി വീണ്ടും പയറുമണി ഉൽപ്പാദിക്കാനുള്ള അറിവും അതിനുള്ള ഓർമ്മയും അതിനുള്ള ആ എല്ലാവിധ കഴിവുകളും എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഇനി ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പമ്പ് ചെയ്യുന്ന ഹൃദയത്തെ, ജീവാത്മാവിൻ്റെ ശരീരത്തിലിരിക്കുന്ന ഈ രക്തചംക്രമണത്തിൻ്റെ സെൻട്രൽ കേന്ദ്രമായിരിക്കുന്ന ഹൃദയത്തെ അല്ല കാണേണ്ടത്. അത് ഭൗതികമായിട്ടുള്ളതാ, അത് നശിച്ചു പോകുന്നതാ. പക്ഷേ ഹൃദയം എന്ന് പറയുന്നത് ആത്മഹൃദയമാണ്, ആത്മബോധം. അത് ശരീരത്തിൻ്റെ എവിടെ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഋഷീശ്വരന്മാർ പറയുന്നത് വലതുഭാഗത്താണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സ്ഥാനമൊന്നും നമുക്ക് നിർണ്ണയിക്കാനോ അത് കണ്ടുപിടിക്കാനോ സാധ്യമല്ല. ഭഗവാൻ തന്നെയാണ് ഓർമ്മയായിട്ടും അറിവായിട്ടും നമ്മളിൽ നിലനിൽക്കുന്നത് എന്നതിൽ യാതൊരു സംശയമൊന്നുമില്ല. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.